ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ നട്ടെല്ലായിരുന്ന പട്ടിണിപ്പാവങ്ങളുടെ കഞ്ഞികുടി മുട്ടാതെ നോക്കിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ചരിത്രമാവുകയാണ്. ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി പകരം വികസിത് ഭാരത് ജി റാംജി എന്ന പേരിൽ പുതിയൊരു ബിൽ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. ഗാന്ധിജിയുടെ പേര് മാത്രമല്ല, തൊഴിൽ ചോദിച്ചു ചെല്ലുന്നവന് അത് നൽകണമെന്ന ഭരണകൂടത്തിൻ്റെ നിയമപരമായ ബാധ്യത കൂടിയാണ് ഈ ബില്ലിലൂടെ ഇല്ലാതാകുന്നത്. എന്താണ് പുതിയ ജി റാംജി ബിൽ? അതെങ്ങനെയാണ് സംസ്ഥാനങ്ങളെയും തൊഴിലാളികളെയും വരിഞ്ഞുമുറുക്കാൻ പോകുന്നത്? പരിശോധിക്കാം ഫാക്ട് ആൻഡ് ഫോക്കസിലൂടെ. 2005 മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ആത്മാവ് തൊഴിൽ അവകാശമാണ് എന്നതായിരുന്നു. പണമുണ്ടെങ്കിൽ തൊഴിൽ നൽകാമെന്നല്ല, മറിച്ച് തൊഴിൽ ചോദിച്ചു വരുന്നവന് അത് നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അതിനുള്ള പണം ബജറ്റിൽ വകയിരുത്തേണ്ടത് കേന്ദ്രത്തിൻ്റെ കടമയായിരുന്നു. അതാണ് ഡിമാൻഡ് ഡ്രിവൻ രീതി. എന്നാൽ പുതിയ ബിൽ വരുന്നതോടെ കാര്യങ്ങൾ തകിടം മറിയും. 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ഉയർത്തുന്നു എന്ന വലിയ വാഗ്ദാനം പുതിയ ബില്ലിലുണ്ട്. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. കേന്ദ്ര സർക്കാർ ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് നിശ്ചിത തുക മാത്രമേ അനുവദിക്കൂ. ആ തുക തീർന്നാൽ പിന്നെ തൊഴിൽ അവകാശം അവസാനിക്കും. ചുരുക്കത്തിൽ ഫണ്ട് തീർന്നാൽ അവകാശവും തീരുന്നു എന്ന്. നിയമപരമായ ഒരു അവകാശത്തെ കേന്ദ്രം നിശ്ചയിക്കുന്ന കേവലം ഒരു വിഹിതമായി അഥവാ അലോക്കേഷനായി ചുരുക്കുകയാണ് പുതിയ നിയമം. ഇതുകൊണ്ടും തീരുന്നില്ല. സംസ്ഥാനങ്ങളുടെ കഴുത്തിൽ സാമ്പത്തിക കുരുക്ക് കൂടിയിരുന്നുണ്ട് ഈ ബില്ല്. നിലവിൽ അവിദഗ്ധ തൊഴിലാളികളുടെ കൂലി 100% നൽകുന്നത് കേന്ദ്രമാണ്. പുറമെ സാമഗ്രികളുടെ ചെലവിൻ്റെ 75% കേന്ദ്രം വഹിക്കും. എന്നാൽ പുതിയ ബിൽ പ്രകാരം അത് 60:40 എന്ന അനുപാതത്തിലേക്ക് മാറുകയാണ്. അതായത് കൂലിയുടെ 40% ഇനി സംസ്ഥാനങ്ങൾ കണ്ടെത്തണം. ഇതുവഴി സംസ്ഥാനങ്ങൾക്ക് മേൽ വരുന്നത് 55,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്. കേരളത്തിന് മാത്രം ഓരോ വർഷവും 2,500 കോടി രൂപയോളം അധികമായി കണ്ടെത്തേണ്ടി വരും. പണം സംസ്ഥാനങ്ങൾ മുടക്കും. പക്ഷേ പദ്ധതിയുടെ പേര് വികസിത് ഭാരത് എന്നാക്കി ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്രം കൊണ്ടുപോകും. ഫെഡറലിസത്തെ ഇതിലും ഭംഗിയായി എങ്ങനെയാണ് അട്ടിമറിക്കുക? ഏറ്റവും അപകടകരമായ മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്. കാർഷിക സീസണുകൾ ഉൾപ്പെടെ വർഷത്തിൽ 60 ദിവസം തൊഴിലുറപ്പ് പണികൾ പാടില്ലെന്ന് ബിൽ പറയുന്നു. പാവപ്പെട്ട തൊഴിലാളികളെ സ്വകാര്യ ഭൂപ്രഭുക്കളുടെയും ജന്മിമാരുടെയും കൃഷിയിടങ്ങളിലേക്ക് കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ നിർബന്ധിതരാക്കുക എന്നതാകണം താൽപ്പര്യം. മുതലാളിമാർക്ക് തൊഴിലാളികളെ എത്തിച്ചു നൽകുന്ന ലേബൽ സപ്ലൈ ഏജൻസിയായി സർക്കാർ മാറ്റുന്ന ദയനീയമായ കാഴ്ച. ഗ്രാമസഭകൾക്കുണ്ടായിരുന്ന അധികാരങ്ങൾ കൂടി കവർന്നെടുക്കുന്നു പുതിയ ബിൽ. PM ഗതിശക്തി പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഡൽഹിയിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ആസൂത്രണം മാറുകയാണ്. ജിയോ ടാഗിംഗ്, ബയോമെട്രിക് പോലുള്ള സംവിധാനങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നല്ല തീരുമാനമായി കാണാമെങ്കിലും സാങ്കേതിക വിദ്യയുടെ നൂലാമാലകളിൽ കുടുങ്ങി അർഹരായവർ പുറത്താക്കപ്പെടുന്ന സാഹചര്യം വരില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്ന സംവരണം പുതിയ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയതും യാദൃശ്ചികമാകാൻ തരമില്ല. ചുരുക്കത്തിൽ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ വികേന്ദ്രീകരണത്തിന് മുൻഗണന നൽകിയിരുന്ന ഒരു നിയമത്തെ കേന്ദ്രീകൃതമായ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു PR പദ്ധതിയാക്കി മാറ്റുകയാണ് വികസിത് ഭാരത് ജി റാംജി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ. പുതിയ ബില്ലിൽ ഇല്ലാതാകുന്നത് ഗാന്ധി മാത്രമല്ല, തൊഴിലുറപ്പിലെ ഉറപ്പുകൂടിയാണ്.